കോഴിക്കോട്ടേക്കാണ് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ? മിഥില. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. പ്രധാനമായും കാരശ്ശേരി ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നടപടി തന്നെയാണ് ഇന്ന് കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്നും പ്രത്യേകിച്ച് വരാനിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്നത് KPCC അംഗം NK അബ്ദുറഹിമാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇത്തരമൊരു നടപടിയെടുത്തത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ കാരശ്ശേരി ബാങ്കിലെ ഈ ക്രമക്കേട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. മാത്രമല്ല, പ്രധാനപ്പെട്ട ആരോപണം, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 800-ലധികം മെമ്പർമാരെ ചേർത്തു. പിന്നീട് ഇത് DCC അധ്യക്ഷൻ നടത്തിയ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ശുപാർശ ചെയ്തുള്ള ഒരു റിപ്പോർട്ട് KPCC അധ്യക്ഷന് DCC അധ്യക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ K പ്രവീൺകുമാർ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ അബ്ദുറഹിമാൻ പാർട്ടിയെ ചതിച്ചു. മാത്രമല്ല, ഇതിനു മുൻപ് 2 തവണ ഇത്തരത്തിൽ നടപടി നേരിട്ട ഒരാളാണ് അബ്ദുറഹിമാനെ പോലെ മുതിർന്ന ഒരു ആളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായില്ല. പ്രാദേശിക നേതൃത്വത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്നത് ഇത്തരത്തിൽ CPM-ന് ബാങ്ക് വിറ്റു എന്നതായിരുന്നു. അത് പിന്നീട് KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയ അന്വേഷണത്തിലും ഇത് വ്യക്തമായി. ഇതിനെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് KPCC അധ്യക്ഷന് സമർപ്പിച്ചു. ഇത് പ്രകാരമാണ് ഇന്നലെ രാത്രിയോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ്, അതായത് ഈ NK അബ്ദുറഹിമാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതുതന്നെയാണ് ഇന്ന് മലബാറിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വരാനിരിക്കുന്ന വാർത്ത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.